ഹലോ ഹായ് ഫ്രണ്ട്സ്. ബീഫ് കറീൻ്റെ അതേ ടേസ്റ്റും അതേ മണമൊക്കെ ഉള്ള ഒരു സോയാബീൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിന് വേണ്ടിയിട്ട് 100 ഗ്രാം സോയാബീനാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് സമയം കുതിരാൻ വേണ്ടി മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഒരു തക്കാളി, പിന്നെ ഗ്രാമ്പു, കറുവ, ഏലക്ക. അപ്പോഴേക്കും നമ്മുടെ സോയാബീൻ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ആവുന്നില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം കൂടെ കുതിർത്ത് വെക്കേണ്ടതാണ്. സോയാബീൻ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണമേ, ഇല്ലെങ്കിൽ അതിനുള്ളിൽ മസാല പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോയാബീൻ കുറച്ച് വലുതായതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ സോയാബീൻ തയ്യാറാക്കുന്ന കുക്കറിലാണ്. കുക്കർ ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം, പിന്നെ പെരിഞ്ചീരകം, കറുവ, ഗ്രാമ്പൂ, ഏലക്ക, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതൊന്ന് മൂത്ത് വന്നപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. സവോള ജസ്റ്റ് ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അല്പസമയം മൂടി വയ്ക്കാം. ഇങ്ങനെ മൂടി വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതാണ്. ജസ്റ്റ് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതിയേ, കാരണം നമ്മളിത് കുക്കറിൽ വീണ്ടും വേവിക്കേണ്ടതാണല്ലോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് മീറ്റ് മസാലയാണ്. ഞാനൊരു 3 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ കറിക്ക് ബീഫ് കറീൻ്റെ അതേ ടേസ്റ്റ് മണമൊക്കെ ലഭിക്കുന്നത്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒരു 2-3 മിനിറ്റ് സമയം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സോയാബീൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല ബീഫ് ഉലർത്തിയതുപോലെ തോന്നുന്നില്ലേ? ഇതിലേക്ക് നല്ല ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാവേ. സാധാരണ വെള്ളത്തിനേക്കാളും നല്ലത് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ്. നികക്ക വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും അല്പം മല്ലി ഇലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കറികൾ ഓപ്പണായിട്ട് വേവിക്കുന്നതിലും കൂടുതൽ ഗ്രേവിക്ക് തിക്നെസ് കിട്ടുന്നത് കുക്കറിൽ വേവിക്കുമ്പോഴാണ്. കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇത് നമ്മുടെ സോയാബീൻ കറി നന്നായിട്ട് വെന്ത് ഗ്രേവിയൊക്കെ വറ്റി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ബീഫ് കറി അല്ല എന്ന് ആരെങ്കിലും പറയുമോ? ഇനി ഇതിലേക്ക് ഒരു 4 സ്പൂൺ തേങ്ങ ചുരണ്ടിയത്, ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതിയേ, നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് മാതിരി തരിയൊന്നും ഇല്ലാതെ അരച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിളയ്ക്കാൻ തുടങ്ങുമ്പം സ്റ്റൗ ഓഫ് ചെയ്യാം. ബീഫ് കറി കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിലേ അല്പം സോയാബീൻ ഉണ്ടെങ്കിലേ ബീഫ് കറീൻ്റെ അതേ ടേസ്റ്റിലും അതേ മണത്തിലുമുള്ള അടിപൊളി സോയാബീൻ കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാവേ. ഇനി ഇതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയ ശേഷം അല്പം കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സോയാബീൻ കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.